ഇപ്പോൾ വളരെ വിചിത്രമായി തോന്നിയ ഒരു ചർച്ച ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാണാനിടയായി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് സിഹിറിന് ഹക്കീക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കായി, ശിർക്കാണ് ചെയ്യണവൻ. അതോടൊപ്പം തന്നെ നബിക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ കാഫിറുമായി, മുശ്രിക്കുമായി. സത്യത്തിൽ ഇത്തരം ആളുകൾ ഈ മുശ്രിക്കും കാഫിറും ആക്കുന്നത് എത്ര വലിയ വലിയ പണ്ഡിതന്മാരെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നുള്ളത് ആലോചിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൽ അഹ്ലുസുന്നയുടെ കൃത്യമായൊരു വീക്ഷണം അതിൽ എന്താണെന്നുള്ളതൊന്ന് പ്രേക്ഷകരോട് സംസാരിക്കും. ഇതിപ്പോൾ മർക്കസുദ്ദാവ വിഭാഗമാണ് കാര്യമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദം. മർക്കസുദ്ദാവയിൽ തന്നെ ഒരു മുസ്ലിം ലോകത്തെപ്പറ്റി അതിൻ്റെ ഒരു ആഴത്തിൽ അറിവുള്ള, അത് പഴയ കാലത്തെ പണ്ഡിതന്മാരെ പറ്റിയിട്ട് പോലും അവരുടെ ചർച്ചകളും അവരുടെ കിതാബുകളൊക്കെ പറ്റിയിട്ട് ആഴത്തിൽ അറിവുള്ള ആളുകൾ സാധാരണ ഇത് സംസാരിക്കാറില്ല. ഇത് ചോട്ടാച്ചി കുറച്ച് ആൾക്കാരിന് ഇത് സാധാരണ സംസാരിക്കാറ് എന്നുവെച്ചാൽ എന്തും പറയാൻ ഒന്ന് പണ്ഡിതന്മാരിൽ എന്തും പറയാൻ മടിയില്ലാത്തവർ, സാധാരണക്കാരിൽ ഒരു വിവരമില്ലാത്തവർക്ക് എന്തും പറഞ്ഞു കൊടുത്താൽ അതങ്ങനെ ഏറ്റു പറഞ്ഞു നടക്കണം. അങ്ങനത്തെ 2 ടൈപ്പ് ആൾക്കാരാണ് ഇത് പറയാറ്. അവരിൽ തന്നെ ഞാൻ പലരായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ പലരും സീറിൻ്റെ ഹക്കീക്കത്ത് അംഗീകരിക്കുന്നവരാണ്. ഹക്കീക്കത്തുണ്ട്, പക്ഷേ അതിൻ്റെ സീറിനെ സംബന്ധിച്ചാണ്. അതായത് ഞാൻ ഒരു വസ്തുവിൽ സിഹിർ ചെയ്യുമ്പോൾ അതെങ്ങനെ മറ്റൊരാളെ ബാധിക്കുന്നു, കിലോമീറ്ററുകളപ്പുറമുള്ള ആളെ ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു ആശയക്കുഴപ്പമാണ് അവർ പങ്കുവെക്കാറ്. സിഹിർ യാഥാർത്ഥ്യമുണ്ട്, സിഹിറിന് പിന്നെ പല ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെന്നെ മർക്കസുദ്ദാവിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ജനകീയമായിട്ട് കാണുന്നത് മർക്കസുദ്ദാവിൻ്റെ സംസാരങ്ങളിൽ നിന്ന് ജനകീയമായിട്ട് കാണുന്നത് സിഹിറിന് ഹക്കീക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ, യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുശ്രിക്കായി. കാരണം സിഹിറിന് ഹക്കീക്കത്തുണ്ടെന്ന് വിശ്വസിക്കൽ അദൃശ്യമാർഗത്തിലെ ഉപദ്രവം അല്ലല്ലാത്തൊരു ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ശിർക്കാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. വേറെ ഇപ്പോൾ അടുത്ത് കേട്ടത് നബിക്ക് സിഹിർ ബാധിച്ചു എന്നതിനെ പറ്റിയിട്ട് അവർ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള തർക്കത്തിൽ ഏർപ്പെടാറുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ നിന്നും പോയി ഹദീസ് സ്വീകരിച്ചും കാഫറാണെന്നാണ്. നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ കാഫറാണെന്ന്. അപ്പോൾ മുശ്രിക്കും കാഫറാണ് സിഹിറിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഈ പറഞ്ഞ ഈ വിഭാഗങ്ങൾക്കുള്ളത് മർക്കസുദ്ദാവത്തെ. അപ്പോൾ അതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി മാത്രമല്ല, ഇമാം മുസ്ലിം പറഞ്ഞു, അബൂദാവൂദ് പറഞ്ഞു, നസായി പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ബൈഹക്കി പറഞ്ഞു, എത്ര പണ്ഡിതന്മാരാണ്, ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞു. അതായത് ഞാൻ തന്നെ ഒരു 50-60 ചില്ലാം പണ്ഡിതന്മാരെ നബിക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസിനെ സത്യപ്പെടുത്തിയവരെ ഞാൻ തന്നെ എൻ്റെ അറിവിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലധികം ഉണ്ടാവും 60 ചില്ലാം പണ്ഡിതന്മാർ, മഹാപണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ. അപ്പോൾ അവരൊക്കെ കാഫറാണോ? അവർക്കൊന്നും ഇത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുതിയൊരു സൊല്യൂഷൻ ഞാനിപ്പോൾ അടുത്ത് ഒരു ഗ്രൂപ്പിൽ കണ്ടിരുന്നു. പുതിയൊരു സൊല്യൂഷൻ ഒരാൾ കണ്ടെത്തിയിട്ടുണ്ട്, മഹാപണ്ഡിതനായ ഒരാൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികം അഭൗതികം എന്ന വ്യത്യാസം അന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഭൗതികം അഭൗതികം എന്ന വ്യത്യാസം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഭൗതികാഭൗതികം തിരിച്ചറിയുന്നതിന് മുമ്പ് ഉലമാക്കൾ ഇത് അഭൗതികം എന്ന് മനസ്സിലാവാതെ ആര് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതുപോലെ തന്നെ ഇബ്നു തൈമിയയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇമാം ഖുർത്തുബിയും അതുപോലെ തന്നെ ഇമാം ഇബ്നു ജരീർ തൊബരിയും ഇങ്ങനെ ഇമാം ഇബ്നു ഹജർ അസ്കലാനി ലാസ്റ്റ് നമ്മൾ നാസിറുദ്ദീൻ അൽബാനി വരെ പിടിച്ചു കഴിഞ്ഞാൽ മഹാപണ്ഡിതന്മാർ മുഴുവൻ ഭൗതികം അഭൗതികം വേർതിരിവ് അറിയാത്തൊരു കാലത്ത് ജീവിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാഫിറാവില്ല. ഭൗതിക അഭൗതികത്തിൻ്റെ കൃത്യമായ വേർതിരിവ് മനസ്സിലായത് മർക്കസുദ്ദാവ നിലവിൽ വന്നതിന് ശേഷം. അപ്പോൾ അവർക്ക് മനസ്സിലായി. അതിന് ശേഷം ഇനി ആരെങ്കിലും പറഞ്ഞാൽ അവരാണ് കാഫിറാവുന്നത്. പുതിയൊരു മഹത്തായ ഒരു പിന്നെ അതിൽ ഒരു ഡൈലൂഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഉറക്കത്തിൽ നിന്നിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഉറക്കത്തിൽ നിന്നിട്ട് ചെറിയൊരു മന്തിപ്പുണ്ടാവുമല്ലോ, ആ മന്തിപ്പിൽ പറഞ്ഞൊപ്പിക്കണാണോ അതല്ല ഭക്ഷണവും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പറഞ്ഞാണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ പറയാനുള്ള കാസിമി പറഞ്ഞൊരു വേർഡുണ്ടല്ലോ, ഉളുപ്പ്, അതില്ലാത്തവരുണ്ട് ആ കൂട്ടത്തിൽ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിഹിറിന് ഹക്കീക്കത്തുണ്ടോ ഇല്ലേ, അതാണ് ഒരു വിഷയം. സിഹിറിന് ഹക്കീക്കത്തുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം പരിശോധിക്കണമെങ്കിൽ സൂറത്ത് ഫലക്കിലെ വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നുണ്ട്. അപ്പോൾ ഒരു ഷെറുണ്ട്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഒരു ഷെറുണ്ട്, അതുകൊണ്ടുള്ള ശരണം തേടുന്നത്. കെട്ടുകളിൽ ഊതുന്നവരാരാ? അത്
സിഹിർ ചെയ്യുന്നവരാണ്, സിഹിർ ചെയ്യുന്ന ആണും പെണ്ണുമാണ് എന്നാണ് ആരൊക്കെ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും. അതുപോലെ തന്നെ പിന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, അതുപോലെ തന്നെ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത്, അതുപോലെ തന്നെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇവരൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? അതുകൊണ്ടുള്ള ഉദ്ദേശം സവാഹിർ, പിന്നെ ആരാണ്? സിഹിർ ചെയ്യുന്നവരാണ്. സിഹിർ ചെയ്യുന്നവരാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിഹിർ ചെയ്യുന്നവൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, എന്ന് വെച്ചാൽ കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. അപ്പോൾ സിഹിർ ചെയ്യുന്നവരിൽ നിന്ന് എന്തോ ഒരു ഉപദ്രവം മനുഷ്യനുണ്ട്, അതുകൊണ്ടാണല്ലോ അഭയം തേടുന്നത്. ഒരു ഉപദ്രവവും ഇല്ല, മണ്ടത്തരാണ്, എന്നാലും നിങ്ങൾ അഭയം തേടിക്കോളി എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് അങ്ങനെ പറയില്ല. കാരണം മർക്കസ് ദവൻ്റെ രീതിക്കനുസരിച്ചല്ലല്ലോ ദീൻ അവതരിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയില്ല. ഇനി തഫ്സീർ പരിശോധിക്കണമെങ്കിൽ ഇമാം ബഗവി, ഇബ്നു കസീർ, ഖുർത്തുബി, തൊബരി, സഅദി തുടങ്ങി, അൽ വസീത്ത് തുടങ്ങി ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ മിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖ്ദ്, കെട്ടുകളിൽ ഊതുന്നവർ ആരാണ് എന്ന് സഹാബികൾ അവരുടെ അഭിപ്രായം, സഹാബികളിൽ ഇപ്പോൾ ഞാൻ ആദ്യം ഉദ്ധരിച്ചത്, ഈ പിന്നെ മുഫസ്സിറുകൾ അവരുടെ അഭിപ്രായം, ഉലമാക്കൾ അവരുടെ അഭിപ്രായം ഒക്കെ നമ്മൾ പരിശോധിക്കാം. അതിൽ പരിശോധിച്ചാൽ ഈ സിഹിർ ചെയ്യുന്ന ആണും പെണ്ണാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഷർറുണ്ടെന്ന് മനസ്സിലായി. ഇനി പിന്നെ വരുന്നത് സൂറത്ത് പിന്നെ ബക്കറ, സൂറത്ത് ബക്കറയിൽ നമുക്ക് കാണാം വത്തബിഉ മാ തത്ലു ഷയാത്തീന അലാ മുൽക്കി സുലൈമാൻ എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്തിൻ്റെ തഫ്സീറൊക്കെ മാനുവലുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള തഫ്സീറുകൾ പരിശോധിച്ച് നോക്കുക. അവിടെ നമുക്ക് കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. രണ്ട് മലക്കുകൾ, അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. പിന്നെന്താ, സിഹിറിനെ പറ്റിയിട്ട് അള്ളാഹ് പറയാണ് വമാ ഉൻസില അലൽ മലക്കൈനി ബാബില ഹാറൂത്ത വ മാറൂത്ത്. ബാബിലോണിൽ ഇറക്കിയ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന മലക്കുകളാണ് ഇത് ജനങ്ങൾക്ക് ആദ്യമായിട്ടൊരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വിവരം ജനങ്ങളെ പഠിപ്പിച്ചത്, സിഹിറിനെ പറ്റിയിട്ട്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. ഞങ്ങളൊരു പരീക്ഷണമാണ്, നിങ്ങളിത് എന്ത് ചെയ്യരുത്, പഠിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരോട് വാൺ ചെയ്തിട്ടാണ്, ഇതിൻ്റെ അപകടം വാൺ ചെയ്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. ഫലാ തക്ഫുർ, നിങ്ങൾ കാഫറായി പോകും എന്നാണ് അള്ളാഹ് പിന്നെ മലക്കുകൾ അവരോട് വാൺ ചെയ്തത്. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. അവർ ഭാര്യ ഭർത്താക്കന്മാരെ ഭിന്നിപ്പിക്കുന്ന തന്ത്രം, അതായത് സിഹിറിനെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത്, തന്ത്രം അവർ ആ മലക്കുകളിൽ നിന്ന് പഠിച്ചെടുത്തു. വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല. പടച്ചോൻ്റെ അനുമതിയില്ലാതെ ഒരാളെയും അതുകൊണ്ട് ഉപദ്രവിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഗൂഢതന്ത്രമാണ് സിഹിർ എന്ന് എന്തിൽ നിന്ന് കിട്ടുന്നു? സൂറത്ത് ബഖറ 102 ആയത്തിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഖുർആനിൽ നിന്ന് 2 ആയത്തായി, സിഹിറിന് ഹക്കീക്കത്തുണ്ടെന്ന് ഖുർആനിൽ നിന്ന് 2 ആയത്തായി. അപ്പോൾ ഇതിന് വേറെ വ്യാഖ്യാനം പറയും, ഇതിന് വേറെ വ്യാഖ്യാനിക്കും. ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം ലോകത്ത് 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ഈ വ്യാഖ്യാനം ഉണ്ടല്ലോ. ഇപ്പോൾ കെട്ടുകളിൽ ഊതുന്നവർ അവരുടെ ശരീരത്തിൽ നിന്ന് അഭയം തേടുന്നു, അതിന് പുതിയൊരു വ്യാഖ്യാനം ആധുനിക കാലഘട്ടത്തിൻ്റെ. അത് തലയണമന്ത്രണം നടത്തുന്ന ഭാര്യനാണ് ഉദ്ദേശിച്ചത്, ഭർത്താവിനോട് തലയണമന്ത്രണം നടത്തുന്ന ഭാര്യനാണ് ഉദ്ദേശിച്ചത്. ആധുനിക വ്യാഖ്യാനമാണ്. പൂർവിക വ്യാഖ്യാനം എന്താ? പൂർവിക വ്യാഖ്യാനം മുഴുവൻ സാഹിറാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിഹിറാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പൂർവിക വ്യാഖ്യാനം മുഴുവൻ എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളോളം ഇക്കാലം വരെ, നൂറ്റാണ്ട് തൊട്ട് 1-ാം നൂറ്റാണ്ട് തൊട്ട് ഇക്കാലം വരെ പണ്ഡിതന്മാർ ഈ 2 ആയത്തുകളിൽ സിഹിറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സിഹിറിൽ നിന്ന് ചില ഷർറ് അള്ളാഹ് മനുഷ്യന് അതിന് സബബാക്കിയിട്ടുണ്ട്, ഷർറാവാൻ വേണ്ടി സബബാക്കിയിട്ടുണ്ട്, കാരണമാക്കിയിട്ടുണ്ട്. ഏതിനെ? സിഹിറിനെ എന്ന് അള്ളാഹ് 2 ആയത്തിൽ കൂടെ പഠിപ്പിക്കുക. അത് സ്വീകരിച്ചാൽ നിങ്ങൾ കാഫിറാവും. ഇതാണ് മർക്കസുദ് പറയുന്നത്. അതിനോട് വിയോജിക്ക പോലെയല്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് പണ്ടേ അഭിപ്രായമല്ലേ, ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പണ്ടേ അഭിപ്രായമല്ല, സഹാബികളെ രീവായത്തുണ്ട്, സലഫുകളെ രീവായത്തുണ്ട്. ഇനിയിപ്പോൾ ഖുർത്തുബി പറഞ്ഞല്ലേ, റാസി പറഞ്ഞല്ലേ, അല്ലെങ്കിൽ തൊബരി പറഞ്ഞല്ലേ, പണ്ഡിതാഭിപ്രായമല്ലേ, മുഫസ്സിറുകളുടെ അഭിപ്രായമല്ലേ എന്ന് പറഞ്ഞതല്ല, ജംഹൂറാണ്. ഇജ്മാ എന്നവരെ പറഞ്ഞവരുണ്ട്. ഇനിയിപ്പോൾ ഒരു തർക്കത്തിന് വേണ്ട ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്, ജംഹൂറാണ്. തുച്ഛ ഏതോ 1-2 ആൾക്കാർ ഇതിൻ്റെ ഹക്കീക്കത്ത് നിഷേധിച്ചിട്ടുണ്ടെന്നുള്ളൂ. ശിർക്കെന്ന് അവരും പറഞ്ഞിട്ടില്ല കേട്ടോ. ശിർക്കെന്ന് മർക്കസുദ് ഇവിടെ സ്വന്തം വക പിന്നെ ഗവേഷണാത്മകമായ കണ്ടുപിടുത്തമാണ്, അവരെ രുചിത്യാതിന്. അപ്പോൾ
ഇതാണ് ഇപ്പോൾ ഈ രണ്ടായത്ത് വിശ്വസിക്കുന്ന ഒരാൾ പൂർവ്വ സഹാബികൾ തൊട്ടിട്ട് മുഫസ്സിറുകൾ തൊട്ടിട്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വരെ ഇത് സിഹിറാണ്, സിഹിറിനെ അള്ളാഹു ചില ഷെറുകൾ ഉണ്ടാകാൻ മനുഷ്യന് സബബാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ എങ്ങനെയാണ് ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റുക? അതാണ് ശരി. ഇനി ഹദീസ് നോക്കിയാൽ ഇവർ ഹദീസ് നിഷേധിക്കുന്നുണ്ട്, ഹദീസ് ഉദ്ധരിച്ചാൽ അവർക്ക് വലിയ പ്രശ്നമില്ല. ആയത്തിനെ ആണ് സത്യത്തിൽ ഹദീസിനെ നിഷേധിക്കുന്നതോടുകൂടി ഇവർ എന്ത് ബേസിലാണ് ഹദീസിനെ നിഷേധിക്കുന്നത്? ഇപ്പോൾ ഹദീസിൽ കാണാം, പിന്നെ സഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ യഹൂദിയും മിൻ യഹൂദി ബനി സുറൈഖിൻ, ബനു സുറൈഖിൽപ്പെട്ട ഒരു യഹൂദൻ നബിക്കെതിരെ സിഹ്ർ ചെയ്തു. യുഖാലു ലഹു ലബീദ് ബിൻ അഅസം എന്നാണ് അയാൾ വിളിക്കപ്പെടാറ്. ഹത്താ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ഷൈഅ വലാ യഫ്അലുഹു. നബിക്ക് ആ സിഹിറിൻ്റെ എഫക്റ്റ് ഉണ്ടായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊരു കൺഫ്യൂഷൻ പെരുമാറി, ഒരു ഡിസ്റ്റർബൻസ്, നബിക്ക് ചിന്താകുഴപ്പമുണ്ടായി, ഡിസ്റ്റർബൻസ് ഉണ്ടായി. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് ഹദീസിൽ പറഞ്ഞത്. ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചില ആൾക്കാർ ബുഖാരിയാണ്, അതുപോലെ തന്നെ നമ്മൾ ഹിഷാം ബിൻ ഉർവാണ്, ഹിഷാം മുദല്ലിസായ റാവിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹദീസിനെ നിഷേധിക്കുന്നത്. ഹിഷാം മുദല്ലിസാണെന്ന് പറഞ്ഞ ആളെ പറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. മാലിക് പറഞ്ഞിട്ടുണ്ട്, അമശ് പറഞ്ഞെന്നാണ് പറയുന്നത്. മാലിക് പറഞ്ഞിട്ടില്ല, ഈ പറഞ്ഞ മാലിക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ആളെ പറ്റി പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ആയിഷ ബീവിയിൽ നിന്ന് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്, അഹമ്മദ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂ യഅല ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതിന്ന്? ആയിഷ ബീവിയിൽ നിന്ന് ഹിഷാം ബിൻ ഉർവ വഴിക്ക് ഈ സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞ നിവേദനം. ഇനി അത് മാത്രമല്ല, ആയിഷ ബീവിയിൽ നിന്നല്ലാതെ തന്നെ സെയ്ദ് ബിൻ അർഖമിൽ നിന്ന് ഈ ഹിഷാം ബിൻ ഉർവ ഇല്ലാത്ത വേറെ റിപ്പോർട്ട് നബിക്ക് സിഹിർ ബാധിച്ചു എന്നുള്ളത് ഇമാം നസായി, ഇമാം അഹമ്മദ് മുസ്നദിൽ ഇമാം ഹുമൈദ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം അഅ്മശിൽ നിന്ന് പിന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി സ്വഹിയാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഹിഷാമേ ഉള്ളോ, ബുഖാരിയെ ഉള്ളോ, ആയിഷ ബീവിയെ ഉള്ളോ? അല്ല, അതല്ലാത്ത പരമ്പരയിലും വന്നിട്ടുണ്ട്. ആയിഷ ബീവിയും ഹിഷാമും ഇല്ലാത്ത വേറെ പരമ്പരകളിലും വന്നിട്ടുണ്ട്. ഇനി ഹിഷാമിൻ്റെ നമുക്ക് വേറെ പരിശോധിക്കേണ്ടത്, അത് ഹിഷാമിനെ പറ്റോ മുദല്ലിസായ റാവിയാണെന്ന് നമുക്ക് മറ്റൊരു സീരീസിൽ ചർച്ച ചെയ്യാം. ഏതായാലും നബിക്ക് ഇത്ര ഉണ്ടായിട്ടുള്ളൂ ഈ സിഹിർ ചെയ്തുകൊണ്ട്. ഒരു കാര്യം നബി പ്രവർത്തിച്ചു, പക്ഷെ അത് ചെയ്തില്ലെന്ന് കൺഫ്യൂഷൻ ഉണ്ടായി. ഇതാണ് ഇപ്പോൾ ഇതിനങ്ങോട്ട് പർവ്വതീകരിക്കും. മർക്കസ് ദേവൻ വിസ്റ്റവും ചെയ്യണ പണി, രണ്ടു കൂട്ടരും ചെയ്യുന്ന പണിയിത്. ഇതിനോട് പർവ്വതീകരിക്കുക. കണ്ടോ, നബിക്ക് ഒന്ന് ചെയ്തില്ല ഭ്രാന്തായി, ബുദ്ധിഭ്രംശം ബാധിച്ചു, നബി 6 മാസക്കാലം ഭ്രാന്തനായി അലഞ്ഞു എന്ന് വിശ്വസിക്കണോ? മർക്കസ് ദേവ ചോദിക്കുന്നത്. ആരും അത് പറഞ്ഞിട്ടൊന്നുമില്ല. മർക്കസ് ദേവ ഇങ്ങനെ ഉണ്ടാക്കാണ്, ഇത് ഭ്രാന്തായി. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞെന്താ? അന്നഹു യഫ്അലു ഷൈഅ വലാ യഫ്അലുഹു. ഒരു കാര്യം നബി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു കാര്യം നബി ചെയ്തിട്ട് ഉണ്ടാവില്ല, ചെയ്തെന്ന് തോന്നും. ഇതിന് കൺഫ്യൂഷൻ. അതെന്ന് പറഞ്ഞാൽ ഭ്രാന്തനല്ലേ എന്നാണ് മർക്കസ് ദേവക്കാർ ചോദിക്കണേ. മർക്കസ് ദേവക്കാർക്ക് അങ്ങനെ തോന്നണമൊക്കെ ഭ്രാന്തായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ ആലോചിക്കുക, നമുക്ക് വാതിൽ പൂട്ടിയിട്ടുണ്ടോ ഇല്ലേ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ, ആ ജനൽ അടച്ചിട്ടുണ്ടോ ഇല്ലേ? നമ്മൾ അടച്ചിട്ടുണ്ടാവും. ഗ്യാസ് ഓഫ് ചെയ്തോ ഇല്ലേ? ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് തോന്നുകയാണ് ഗ്യാസ് ഓഫ് ചെയ്തോ ഇല്ലേ അല്ലേ? ഇനി ഗ്യാസ് ഓഫ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കിടന്നുറങ്ങും, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല, പിറ്റേ ദിവസം അപകടം സംഭവിക്കുക. അങ്ങനെയുള്ള ഇപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നത്, ഓഫ് ചെയ്യാണ്ടാണല്ലോ പലതും പൊട്ടിത്തെറിക്കുന്നത്. ലീക്ക് ഉണ്ടാവും, പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ഖണ്ഡനം വരും, ഓഫ് ചെയ്യാണ്ട് മാത്രമല്ല ലീക്കിലൂടെയും ഗ്യാസ് പൊട്ടിത്തെറിക്കാം മൗലവി എന്നൊക്കെ പറഞ്ഞിട്ട് ഖണ്ഡനം വരും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യാതെ പൊട്ടിത്തെറിനെ കുറിച്ച് മാത്രമേ സംസാരിക്കണുള്ളൂ എന്ന് പറയുന്നത്. മർക്കസ് ദേവക്ക് അതൊക്കെ വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെ കണ്ടനം ഭയങ്കര പോയിന്റ് കണ്ടെത്തുന്നത്. മറ്റേ പോയിന്റ് കണ്ടെത്തിയില്ലേ? ഏത് അബൗദികം തിരിയുന്നതിന് മുമ്പ് നബിക്ക് സീർ ബാധിച്ചെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കാഫറല്ല, അതിന് ശേഷം കാഫർ. അപ്പോൾ മർക്കസ് ദേവ ഒരു കാര്യം കണ്ടെത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ നടന്നേനെ ഈ ലോകത്ത് വിചാരിച്ച്. അപ്പോൾ സംഗതി എന്താണ്? ഈ പറഞ്ഞ പോലെ ഇത്രയും നബിക്കുണ്ടല്ലോ, വിസ്റ്റം കാണാൻ പ്രചരിപ്പിക്കുന്നത്, ഇത് പിന്നെ പെരിപ്പിക്കണാണ്. കാരണം വിസ്റ്റത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റുഖിയ ശരയ്യ എന്ന മറ്റേ ജിന്നടി ചികിത്സ ഉണ്ടല്ലോ, അടിച്ചിറക്കൽ ചികിത്സ, അതിന് കൊണ്ടുപോകണം. അതിന് ഇത് നബിക്ക് പിന്നെ ഇതുണ്ടായില്ല, ഏത് സ്വാധീനം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ, ഞാൻ അതും അടുത്ത കാര്യത്തിൽ ചർച്ച ചെയ്യാം, ആരാണ് പറഞ്ഞ ആളെന്നൊക്കെ. ഇങ്ങനെ ഇതിനോട് പെരിപ്പിച്ച് കാണിക്കുക, ഇതൊന്നുമില്ല, ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഈ കൺഫ്യൂഷൻ ആദ്യം തിരിച്ചറിഞ്ഞതാരാ? നബിക്ക് ഈ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ നബിയാണ്. മാത്രമല്ല ഈ 6 മാസക്കാലം ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു. ഈ 6 മാസക്കാലം നബി ഖുതുബ നടത്തിയിട്ടുണ്ട്.
ഒരാൾക്ക് എതിരഭിപ്രായമില്ല. ഈ 6 മാസക്കാലം ജമാഅത്ത് നടത്തിയിട്ടുണ്ട്. ഈ 6 മാസക്കാലം യുദ്ധസംബന്ധിയായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ 6 മാസക്കാലം ഭരണസംബന്ധിയായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ 6 മാസക്കാലം നബി ഒരു രാഷ്ട്ര നേതാവ് എന്ന നിലയ്ക്ക് ഏർപ്പെടേണ്ട അന്താരാഷ്ട്ര വ്യവഹാരങ്ങളിലൊക്കെ നബി ഏർപ്പെട്ടിട്ടുണ്ട്. നബി ഒരു ആചാര്യൻ എന്ന നിലയ്ക്ക് പഠിപ്പിക്കേണ്ട ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. സേനാനായകൻ എന്ന നിലയ്ക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ഭരണാധികാരി എന്ന നിലയ്ക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ഒരു ആബിദ് എന്ന നിലയ്ക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. എല്ലാ നിലയ്ക്കും നബിൻ്റെ ഈ 6 മാസക്കാല ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നബിക്ക് എന്ത് വരും? ചില കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഇതിൻ്റെ ഒരു എഫക്റ്റാണ്. ഇതൊക്കെ അംഗീകരിച്ച് അങ്ങോട്ട് കാഫറാവത്രേ. അത് കാഫറാക്കാൻ വേണ്ടിയിട്ട് 6 മാസക്കാലം നബിനെ അങ്ങോട്ട് ഭ്രാന്തായി എന്ന് പറയുന്നതിന് തുല്യമാണ് സിഹർ ബാധിച്ചു എന്ന് പറയുന്നത് എന്ന ഒരു വാദം അങ്ങോട്ട് ഉന്നയിക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് അങ്ങനെ വാദം ഉണ്ടെങ്കിൽ അവരായിട്ട് ആയിക്കോട്ടെ. ഹദീസിൽ ഇത്ര ഉള്ളൂ. ഹദീസിലത്തെ പദം എന്താ? യുഹയ്യലു ഇലൈഹി, നബിക്ക് തോന്നലുണ്ടായി. ഈ നിങ്ങൾ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം പദമാണ് ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാമക്ക് സിഹിറുണ്ടായി എന്ന് പറയുന്നതിനെ പറ്റി ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം സുലൈമാൻ മൂസാ നബി സാഹിർമാരും തമ്മിലുള്ള ഡിബേറ്റിൻ്റെ സമയത്ത് വടിയിട്ടല്ലോ. അപ്പോൾ ഫഇദാ ഖിബാലുഹും വ ഇസിയ്യുഹും, അവരുടെ വടികളും കയറുകളും അദ്ദേഹത്തിന് യുഹയ്യലു ഇലൈഹി മിൻ സിഹിരിഹിം അന്നഹാ തസ്ആ, അവരുടെ സിഹിർ നിമിത്തം അത് ഓടുന്നതായിട്ട്, വടിയും പാമ്പൊക്കെ അല്ല വടിയും കയറൊക്കെ പാമ്പ് പോലെ ഓടുന്ന അല്ലെങ്കിൽ ഇഴയുന്നതായിട്ട് ആർക്ക് തോന്നി? യുഹയ്യലു ഇലൈഹി, അദ്ദേഹത്തിന് തോന്നി. ആ യുഹയ്യലു ഇലൈഹി എന്ന പ്രയോഗമാണ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത്. ഏതാ? ഹത്താ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വലാ യഫ്അലുഹു, ഒരു കാര്യം ചെയ്തെന്ന് തോന്നും പക്ഷെ ചെയ്തിട്ടില്ല. യുഹയ്യലു ഇലൈഹി, മൂസാ നബിക്കുണ്ടായ യുഹയ്യലു ഇലൈഹി ആണ് ഖുർആൻ പറഞ്ഞ സിഹിർ കൊണ്ട് യുഹയ്യലു ഇലൈഹി മൂസാ നബിക്കുണ്ടായി. അതേ കാര്യം തന്നെയാണ് ഹദീസിൽ സിഹിർ കൊണ്ട് യുഹയ്യലു ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടും ഒരു തോന്നൽ, ഒരു മെൻ്റൽ മൈൻഡിനെ ബാധിക്കുന്ന ഒരു തോന്നൽ ഉണ്ടായി എന്നുള്ളതാണ്. ആ തോന്നൽ നബിൻ്റെ 6 മാസക്കാലം ഭ്രാന്തനായി അലഞ്ഞൊന്നും ആരും പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, 6 മാസക്കാലം നബിൻ്റെ ആക്ടിവിറ്റീസാണ് ഈ പറയുന്നത്. ഒരാൾക്കൊരു സംശയമോ പ്രശ്നമോ, എന്താ നബി ഇങ്ങനെ ഖുത്ബ പറയുമ്പോൾ തെറ്റിപ്പറയണത്, എന്താ നബി യുദ്ധം ചെയ്യുമ്പോൾ തെറ്റായ സന്ദേശം കൊടുക്കണം, എന്താ നബി ഇങ്ങനെ ഭരിക്കുമ്പോൾ രാഷ്ട്രീയ നിലപാടൊക്കെ മോശമായിട്ട് എടുക്കണം, എന്താ നബി കൂടെ കിടക്കുന്ന ആയിഷ ബീവിക്ക് പോലും മനസ്സിലായിട്ടുണ്ടായില്ല നബിക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന്. അപ്പം അത്രയും വ്യക്തിപരമായ അനുഭവം മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു പ്രശ്നമായിരുന്നു. നബി ആയിഷ ബീവിനോട് പറഞ്ഞു കൊടുക്കണം, ആയിഷ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവിക്ക് മനസ്സിലാവുന്നത്. ഈ സംഭവം ഉദ്ധരിച്ചവൻ ഒക്കെ കാഫർ, ഇത് പറയുന്നവനൊക്കെ മുർത്തദ്, അവനൊക്കെ ഭൗതികം തിരിയാത്ത എന്നൊക്കെ പറഞ്ഞിടക്കണമെങ്കിൽ ലോകത്ത് മർക്കസുദ്ദക്ക് മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല ഇത് ശിർക്കാണെന്നും കൂടാണ്. കുഫർ മാത്രമല്ല, ശിർക്കാണ്. ലോകത്തൊരു പണ്ഡിതൻ ഇന്ന് വരെ സിഹിറിന് ഹക്കീക്കത്തുണ്ട് എന്നത് ഒരാൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ അവൻ മുഷിരിക്കാണ് അല്ലെങ്കിൽ അത് ഷിർക്കാണ് എന്ന് പറഞ്ഞത് ഒരു പണ്ഡിതനെ ഉദ്ധരിക്കാൻ മർക്കസിലേക്ക് പറ്റും. യുക്തിവാദികളെക്കാളും മോശം. യുക്തിവാദത്തിന് പിന്നെ ഒരു ഇസ്ലാം വിരോധത്തിൻ്റെ ഒരു എന്താ പറയുക ഫ്രെയിം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനേക്കാളും മോശം ഒരു മനുഷ്യൻ പറയാത്ത കാര്യം മുഴുവൻ പണ്ഡിതന്മാരെ ഇമാമിയങ്ങളെ ഒക്കെ കാഫറാക്കുന്നൊരു വിഷയം. ആ വിഷയത്തിൽ ഇവരെടുത്ത നിലപാടെന്താ? ഇവർക്ക് മാത്രമുള്ളൊരു പുത്തൻ വാദം, ഒരു പുതിയ വാദം. അമാനിമൗലി വരെ സിഹിറിൻ്റെ വിഷയത്തിൽ പറഞ്ഞ എന്താ? കാര്യകാരണ ബന്ധം അവ്യക്തമായ എല്ലാ ഉപായക്രിയകൾക്കും സിഹിർ എന്ന് പറയും. അപ്പോൾ സിഹിർ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷെ നമുക്ക് അവ്യക്തമാണ്. കാര്യകാരണബന്ധത്തിന് അതീതല്ല, കാര്യകാരണബന്ധത്തിൻ്റെ ഉള്ളിൽ തന്നെ. ഇവിടെ തന്നെ അല്ലാതെ സിസ്റ്റം വെച്ചിട്ടുണ്ട്, മനുഷ്യർക്കിടയിൽ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. നമുക്ക് കാണാത്ത പലതും നമുക്ക് ചുറ്റുണ്ട്. രോഗാണുക്കൾ പല ചുറ്റുണ്ട്. അപ്പോൾ ആ രോഗാണുക്കൾ എല്ലാം നമുക്ക് രോഗം ഉണ്ടാക്കണ്ടോ? ഇല്ല. അള്ള ഉദ്ദേശിക്കുന്ന സമയത്ത് ചില രോഗാണുക്കൾ നമുക്ക് രോഗം ഉണ്ടാക്കും. ഇതുപോലെ അള്ള ഉദ്ദേശിക്കുന്ന സമയത്ത് ചില സിഹിറുകൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അത് കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലാണ്. ആ പ്രശ്നം എന്താ? ആ പ്രശ്നം ഖുർആൻ ഹദീസും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുന്നത് സിഹിറിൻ്റെ പ്രശ്നം ഒരു തോന്നലുമായി ബന്ധപ്പെട്ട നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യമാണ്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഭ്രാന്തനായിട്ട് ഓടി നടക്കുന്നോ, അതല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നോ, നമ്മളെ കുരങ്ങാക്കുന്നോ, നമ്മളെ പ്രകൃതി മാറ്റിമറിക്കുന്നോ ഒന്നും ഖുർആൻ ഹദീസിലുമില്ല. പണ്ഡിതന്മാർ പലതും പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രമാണം എന്താ? ഖുർആൻ ഹദീസാണ്. അപ്പോൾ ഖുർആൻ ഹദീസിലും നമുക്ക് മനസ്സിലാവുന്ന ബക്കറ എടുത്ത് നോക്കിയാലും എന്താണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് വെച്ചാൽ അവർക്കിടയിൽ അനിഷ്ടം സൃഷ്ടിക്കുന്ന, അതും മൈൻഡായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി എന്ന് പറയുന്നത് ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് തോന്നുന്നു, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് തോന്നുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാ കാര്യത്തിലും അല്ല, ചില സമയത്ത് ഡിസ്റ്റർബ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്റ്റർബാണ് ഉണ്ടാക്കുന്നത്
സിഹർ. ഇതിൻ്റെ അപ്പുറത്തേക്ക് സിഹർ നമ്മളെ പ്രകൃതി മാറ്റിമറിക്കുക, നമ്മളെ കൊല്ലുക, നമ്മളെ ഇതൊന്നും ചെയ്യില്ല. ഒരു ചെറിയ ഉപദ്രവം അതിൽ നിന്ന് ഉണ്ടാവും. ആ ഉപദ്രവം ഉണ്ടാവുമെന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ അള്ളാഹ് അനുവദിക്കുമ്പോൾ ഒരു ഉപദ്രവം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു പുരോഗമനത്തിനും എതിരല്ല.